കുറച്ചടുത്തെത്തിയതും പൂച്ചയുടെ നിറവും രൂപവും മാറാൻ തുടങ്ങി. അതൊരു സ്ത്രീ രൂപമായി മാറി. കറുത്ത, പൊട്ടിക്കീറി മാംസങ്ങൾ അടർന്നു മാറിയ വലിയ കറുത്ത കൺകുഴികളുമായി ഒരു ഭീകരരൂപി. ഓട്ടോക്കാരൻ വിറച്ചുപോയി. ഒരു നിലവിളിയോടെ ബ്രേക്കിൽ ആഞ്ഞുപിടിച്ചു. ഓട്ടോ വെട്ടിച്ചു. നല്ല സ്പീഡിൽ വന്ന ഓട്ടോ അടുത്തുള്ള വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു കയറി. ഹെഡ്ലൈറ്റ് പൊട്ടിച്ചിതറി. ഓട്ടോയ്ക്കുള്ളിൽ നിന്നും ഇടിയുടെ ആഘാതത്തിൽ മെറിനും ഗ്ലാഡിസും പുറത്തെ ഇരുട്ടിലേക്ക് ഒരു നിലവിളിയോടെ തെറിച്ചുപോയി. ഹലോ ഗെയ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ശവക്കുഴി എന്ന പ്രേത നോവലിൻ്റെ 4ാമത്തെ എപ്പിസോഡുമായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ 3 എപ്പിസോഡ് കണ്ടിട്ട് മാത്രം ഇത് കാണാനിരിക്കുക. എന്നാൽ മാത്രമേ കഥ പൂർണ്ണമായും മനസ്സിലാവുകയും അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടുകയുമുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ശവക്കുഴിയുടെ 4ാം എപ്പിസോഡിലേക്ക് കടന്നാലോ. മംഗലാപുരം ട്രിവാൻഡ്രം എക്സ്പ്രസ് ഒരു ചൂളം വിളിയോടെ റെയിൽവേ സ്റ്റേഷൻ്റെ ആളൊഴിഞ്ഞ വിജനമായ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു നിന്നു. പ്ലാറ്റ്ഫോമിൽ അങ്ങിങ്ങ് കത്തി നിൽക്കുന്ന ബൾബിൻ്റെ പ്രകാശത്തിൽ ആളുകൾ ഓരോന്നായി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു. ചെറിയ സ്റ്റേഷനായതുകൊണ്ടും അവിടെ ഇറങ്ങാൻ അധികം ആളുകളില്ലാത്തതുകൊണ്ടും സ്റ്റേഷൻ മാസ്റ്റർ ഉടൻ തന്നെ പച്ചക്കൊടി കാണിച്ചു. അയാളുടെ കണ്ണുകളിൽ ഉറക്കം ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഈർഷ്യ സ്റ്റേഷൻ മാസ്റ്റർ കരുണൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി നിന്ന മെറിനും ഗ്ലോറിയയും പോലീസുകാരൻ മണികുമാരനും ചുറ്റും നോക്കി. ആളുകളെല്ലാം പല വഴിക്കായി പിരിയുന്നു. നമുക്കെങ്ങനെയാ പോകേണ്ടത്? പോലീസുകാരൻ മണികുമാരൻ മെറിനെയും ഗ്ലാഡിസിനെയും നോക്കി. മണികുമാരന് മലയാളം നല്ലതുപോലെ സംസാരിക്കാൻ അറിയാം. നമുക്ക് പുറത്തേക്ക് പോകാം. അവിടെ നിന്നും ഓട്ടോയോ ടാക്സിയോ കിട്ടുമോ എന്ന് നോക്കാം. അവർ പ്ലാറ്റ്ഫോമിന് പുറത്തേക്ക് നടന്നു. ട്രെയിൻ നീട്ടി ഹോണടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തുടങ്ങി. പ്ലാറ്റ്ഫോമിന് പുറത്തെത്തിയപ്പോൾ ഒരു ഓട്ടോ കിടപ്പുണ്ട്. ലാസ്റ്റ് ടാക്സിയാണ്. ആളുകൾ കുറവായതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാ ടാക്സിക്കാരും പോയിരുന്നു. പോലീസുകാരൻ മണികുമാരൻ ചുറ്റും നോക്കി. റെയിൽവേ സ്റ്റേഷൻ്റെ ചുറ്റും കാട് കയറി കിടക്കുകയാണ്. വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ചുറ്റുപാട്. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം ഇരുട്ട് കട്ട പിടിച്ച് കിടക്കുകയാണ്. വല്ലാത്തൊരു അന്തരീക്ഷം. സാർ, നമുക്ക് ഈ ഓട്ടോയ്ക്ക് പോകാം. ഇത് പോയാൽ പിന്നെ വണ്ടിയൊന്നും കിട്ടില്ല. മെറിൻ പറയുന്നത് കേട്ട് പോലീസുകാരൻ തലയാട്ടി. എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്ന ഭാവമായിരുന്നു അയാളുടെ മുഖത്തും. അവർ നടന്നു വരുന്നത് നോക്കി ഓട്ടോക്കാരൻ പ്രതീക്ഷയോടെ നിന്നു. ഒരു ഓട്ടം കിട്ടുമെന്ന സന്തോഷം ആ ഓട്ടോക്കാരൻ്റെ മുഖത്തുണ്ടായിരുന്നു. ചേട്ടാ, ചെങ്കിടിക്കോട്ട പോലീസ് സ്റ്റേഷൻ വരെ പോകണം. മെറിൻ്റെ ചോദ്യം കേട്ട് ഓട്ടോക്കാരൻ ഒന്ന് ഞെട്ടി. എന്താ, പറ്റത്തില്ലേ? തൻ്റെ പേരെന്താ? പോലീസുകാരൻ്റെ പരുക്കൻ ചോദ്യം കേട്ട് ഓട്ടോക്കാരൻ ദയനീയമായി പെൺകുട്ടികളെ നോക്കി. എൻ്റെ പേര് രാജേന്ദ്രൻ. പിന്നെ എന്താ രാജേന്ദ്ര, ഓട്ടം പോകാൻ ഒരു മടി? മണികുമാരൻ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അത് പിന്നെ കണ്ടകൻകോട് വഴി വേണം അങ്ങോട്ട് പോകാൻ. രാത്രിയായാൽ ആ വഴി പോകാൻ ആളുകൾക്ക് ഭയമാണ്. ദുർമരണങ്ങൾ നടക്കുന്ന പ്രദേശമാണ്. രാത്രി സമയങ്ങളിൽ ആ പ്രദേശത്ത് കരിഞ്ഞ മാംസത്തിൻ്റെ മണമാണ്. മാത്രമല്ല, ഒരാഴ്ച മുൻപ് ഒരാൾ അവിടെ അതിദാരുണമായി കൊല്ലപ്പെട്ടു. അതെങ്ങനെ സംഭവിച്ചു എന്ന് ഇന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് ഞാനില്ല സാറേ ആ വഴിക്ക്. വീട്ടിലെന്നെ ആശ്രയിച്ച് കഴിയുന്ന ഭാര്യയും 2 മക്കളും വൃദ്ധരായ മാതാപിതാക്കളുമുണ്ട്. അവരെ നോക്കാനാണ് ഞാൻ ഈ രാത്രിയിൽ ഇവിടെ വന്നു കിടന്ന് ഉറക്കമൊളിച്ച് ഓട്ടോ ഓടുന്നത്. ഓട്ടോക്കാരൻ്റെ വാക്കുകളിൽ ദുഃഖം നിഴലിച്ചിരുന്നു. അത് കേട്ട് മെറിനും ഗ്ലാഡിസിനും ഭയം തോന്നി. ഒരപശകുനം പോലെ. ആ വഴി ഇപ്പോൾ പോയാൽ ആപത്ത് സംഭവിക്കുമെന്ന് ആരോ മനസ്സിലിരുന്ന് പറയുന്നത് പോലെ ഗ്ലാഡിസിന് തോന്നി. എടോ, ഈ കാലത്തും ഈ പ്രേതഭൂത പിശാചുകളെക്കുറിച്ച് പറഞ്ഞ് പേടിച്ച് നടക്കുന്ന ആളുകളുണ്ടോ? താൻ ഇത്രയും അന്ധവിശ്വാസിയാണോ? താൻ പറഞ്ഞ സ്ഥലത്ത് ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചെയ്തവരെ പോലീസ് കണ്ടെത്തും. മരിച്ചവർ മരിച്ചു. മരിച്ചവരെല്ലാം പ്രേതങ്ങളായിട്ട് പ്രതികാരം ചെയ്യാനിറങ്ങിയാൽ ഇവിടെ ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമോ? ഇന്നുകൊണ്ട് തൻ്റെ അന്ധവിശ്വാസവും പേടിയും ഞാൻ മാറ്റിത്തരാം. ജീവിച്ചിരിക്കുന്ന താൻ പറഞ്ഞതിനേക്കാളും അപകടകാരിയായ പ്രേതങ്ങളെ നിലയ്ക്ക് നിർത്തിയിട്ടുള്ളവനായി ഈ ഞാൻ. താൻ വണ്ടിയെടുക്ക്. നിങ്ങൾ വണ്ടിയിലോട്ട് കയറി പിള്ളേരെ. ഇവിടെ നിന്നാൽ നേരം വെളുക്കുന്നതുവരെ ഇവിടെ നിൽക്കേണ്ടി വരും.
അതും കിളി പോലെ സുന്ദരികളായ നിങ്ങൾക്ക് ഉറക്കവും കളഞ്ഞ് കാവൽ നിൽക്കുക എന്നത് അത്രയും എളുപ്പമല്ല. ഹോസ്റ്റലിൽ കിടന്ന് പാവപ്പെട്ട പെൺകുട്ടികളുടെ നെഞ്ചത്തേക്ക് നിങ്ങൾ കയറുന്നത് പോലെയല്ല ഇത്. കള്ളും കഞ്ചാവും അടിച്ച് കാമപ്രാന്തി കയറി ഏതവന്മാരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ എനിക്ക് പണിയാകും. ആളുകൾ കൂടുതലുണ്ടെങ്കിൽ എന്നെ അടിച്ച് നിലത്തിട്ട് നിങ്ങളെയും കൊണ്ട് ആൺമാരങ്ങ് പോകും. രാവിലെ അവിടെയും ഇവിടെയും നിൻ്റെയൊക്കെ എല്ലും മുള്ളും പപ്പും തോലുമൊക്കെ ചിതറിക്കിടക്കുന്ന കാണാം. നിന്നെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാൽ എൻ്റെ ജോലി തീർന്നു. എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചാൽ എൻ്റെ തൊപ്പി പോകും. മക്കൾ അങ്ങോട്ട് കയറിക്കേ. അവർ ഓട്ടോയ്ക്കുള്ളിലേക്ക് കയറി. പോലീസുകാരനോട് എതിർത്താൽ പണി മേടിച്ചു കിട്ടുമെന്ന് തോന്നിയ ഓട്ടോക്കാരൻ മനസ്സില്ലാ മനസ്സോടെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. ഒറ്റക്കണ്ണൻ ലൈറ്റുമായി ഓട്ടോ മുൻപോട്ടോടി. വഴിക്കിരുവശങ്ങളും കാട് പിടിച്ചു കിടക്കുകയാണ്. അങ്ങിങ്ങായി ഓരോ വഴിവിളക്കുകൾ മങ്ങിക്കത്തുന്നുണ്ട്. കുറ്റിക്കാടുകളിൽ നിന്നും ചീവീടുകളുടെ കരച്ചിലും കേൾക്കാം. വഴിയിലൂടെ കീരികൾ തലങ്ങും വിലങ്ങും ഓടിപ്പോകുന്നത് ഓട്ടോയുടെ ഹെഡ്ലൈറ്റ് പ്രകാശത്തിൽ കാണാം. അത്രമാത്രം. അതും ഓട്ടോയുടെ ഒച്ചയുമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. ഓട്ടോക്കാരൻ പരമാവധി വേഗതയിലാണ് ഓടിച്ചു കൊണ്ടിരുന്നത്. കുറച്ചോടിയ ഓട്ടോ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു. ഇതെന്ത് കാട്ടുപ്രദേശമാ? പോലീസുകാരൻ മണികുമാരൻ നെടുവീർപ്പിട്ടു. അതിനുശേഷം മിണ്ടാതെ ഇരിക്കുന്ന പെൺകുട്ടികളെ നോക്കി. ഈ ഓണം കേറാ മൂലയിൽ നിന്നും വന്നിട്ടാണോ നീയൊക്കെ തുണിയും അണ്ടർവെയറും ഇല്ലാതെ ഹോസ്റ്റലിൽ കിടന്ന് അറുമാദിച്ചത്? പഠിക്കാൻ വിട്ട നിൻ്റെയൊക്കെ മാതാപിതാക്കൾ മണ്ടന്മാർ. കിട്ടിയ അവസരം മുതലാക്കി നീയൊക്കെ അവിടെ അഴിഞ്ഞാടിയതിൻ്റെ ഫലമാ ഈ കാണുന്നതൊക്കെ. എൻ്റെ ഒരു ഉദ്ദേശം വെച്ച് ഞാനൊരു കാര്യം പറയാം മക്കളെ. എന്നോട് വിരോധം തോന്നിയിട്ട് കാര്യമില്ല. ചുറ്റും തോക്കും പിടിച്ച് പോലീസുകാർ നിന്നിട്ടും അതിനെ മറികടന്ന് പുല്ലുപോലെ ഹോസ്റ്റലിനുള്ളിൽ കയറി നിൻ്റെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തിയെ കുത്തിക്കീറി തുലച്ച് കളയണമെങ്കിൽ ആളൊരു ഭയങ്കരൻ തന്നെ. ആ കൊലപാതകിയുടെ ലിസ്റ്റിൽ നിങ്ങളുണ്ടെങ്കിൽ ഉറപ്പാ ഇവിടെ വന്ന് നിങ്ങളെ കാച്ചും. 2 തരം. ദൈവം തമ്പുരാൻ നോക്കിയാലും നിന്നെയൊന്നും രക്ഷിക്കാൻ പറ്റത്തില്ല. പിന്നെ അപ്പനെയും അമ്മയെയും കണ്ട് ചാകാമെന്നൊരു ആശ്വാസം കിട്ടും. പറയേണ്ടത് പറഞ്ഞു. വിധിയെ തടുക്കാൻ ബ്രഹ്മാവിനും കഴിയില്ല. സംഭവാമി യുഗേ യുഗേ. സാർ ഞങ്ങളെ സഹായിക്കാൻ വന്നതാണോ അതോ പീഡിപ്പിച്ചു കൊല്ലാനാണോ? ഗ്ലാഡിസ് മണികുമാരൻ പോലീസുകാരനോട് പൊട്ടിത്തെറിച്ചു. മോൾ എന്താ പറഞ്ഞത്? പീഡിപ്പിച്ചെന്നോ? അനാവശ്യം പറഞ്ഞ് എൻ്റെ ജോലി തെറിപ്പിക്കാനാണോ നിൻ്റെയൊക്കെ പ്ലാൻ? മണികുമാരൻ പോലീസുകാരൻ ഗ്ലാഡിസിനെ നോക്കി. അവൾ ഉദ്ദേശിച്ചത് പേടിപ്പിച്ചു എന്നാണ്. പിന്നെ ഇപ്പോൾ സാർ ചെയ്യുന്നതും ഒരു തരം മാനസിക പീഡനമല്ലേ? മെറിൻ ദേഷ്യത്തോടെ തിരുത്തി പറഞ്ഞു. എൻ്റെ കൊച്ചെ, ഉള്ള കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. അതിന് വാക്കുകളെ വളച്ചൊടിക്കണ്ട. ഞങ്ങളാരും വളച്ചൊടിച്ചില്ല, മെറിൻ വാശിയോടെ പറഞ്ഞു. എങ്കിൽ ആശ്വാസം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെയേ പീഡിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അവളെൻ്റെ കെട്ടിയോളാ. 2 മക്കളുമുണ്ട്. ഇപ്പോൾ അവളാ എന്നെ പീഡിപ്പിക്കുന്നത്. പോലീസുകാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കേരളത്തിൽ കെട്ടിയോളുമാരുടെ പീഡനം സഹിക്കാതെ ആത്മഹത്യ ചെയ്യുന്ന കെട്ടിയോന്മാരുടെ എണ്ണം കൂടുതലാണെന്നാണ് കേൾക്കുന്നത്. ശരിയല്ലേടോ? ഓട്ടോക്കാരനോട് പോലീസുകാരൻ ചോദിച്ചു. എനിക്കറിയില്ല സാറേ. എന്നെ ഇതുവരെ ഒരു ഈച്ച പോലും പീഡിപ്പിച്ചിട്ടില്ല, ഓട്ടോക്കാരൻ പറഞ്ഞു. ഭാഗ്യവാൻ. പോലീസുകാരൻ മണികുമാരൻ പിറുപിറുത്തു. ഇരുളിൻ്റെ കരാളഹസ്തത്തെ വകഞ്ഞുമാറ്റി ഓട്ടോ ഓടിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ഓട്ടോക്കാരൻ കണ്ടത്. കുറച്ചകലെ വഴിയുടെ നടുവിൽ വലിയൊരു കറുത്ത പൂച്ചയിരിക്കുന്നു. തിളങ്ങുന്ന കണ്ണുകളോടെ അത് മുൻപോട്ട് വരുന്ന ഓട്ടോയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുക്കുംതോറും അതിൻ്റെ വലിപ്പം കൂടി വരുന്നത് പോലെ തോന്നി ഓട്ടോക്കാരന്. പുറകിലത്തെ സീറ്റിലിരുന്ന മെറിനും ഗ്ലാഡിസും പോലീസുകാരനും കണ്ടു. വഴിക്ക് നടുവിൽ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു കറുത്ത പൂച്ച. കുറച്ചടുത്തെത്തിയതും പൂച്ചയുടെ നിറവും രൂപവും മാറാൻ തുടങ്ങി. അതൊരു സ്ത്രീ രൂപമായി മാറി. കറുത്ത പൊട്ടിക്കീറി മാംസങ്ങൾ അടർന്നു മാറിയ വലിയ കറുത്ത കൺകുഴികളുമായി ഒരു ഭീകരരൂപി. ഓട്ടോക്കാരൻ വിറച്ചുപോയി. ഒരു നിലവിളിയോടെ ബ്രേക്കിൽ ആഞ്ഞു പിടിച്ചു. ഓട്ടോ വെട്ടിച്ചു. നല്ല സ്പീഡിൽ വന്ന ഓട്ടോ അടുത്തുള്ള വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു കയറി. ഹെഡ്ലൈറ്റ് പൊട്ടിച്ചിതറി. ഓട്ടോയ്ക്കുള്ളിൽ നിന്നും ഇടിയുടെ ആഘാതത്തിൽ മെറിനും ഗ്ലാഡിസും പുറത്തെ ഇരുട്ടിലേക്ക് ഒരു നിലവിളിയോടെ തെറിച്ചുപോയി. പോലീസുകാരനും ഓട്ടോക്കാരനും ഓട്ടോയ്ക്കുള്ളിലേക്ക് തന്നെ വീണു. വൈദ്യുതി പോസ്റ്റ് 2ആയി ഒടിഞ്ഞ് ഓട്ടോയുടെ മുകളിലേക്ക് വീണു. വൈദ്യുതി കമ്പികൾ കൂട്ടിയിടിച്ച് തീപ്പൊരികൾ ചിതറി. വൈദ്യുതി ബൾബുകൾ പൊട്ടിച്ചിതറി. ചുറ്റും അന്ധകാരം. ഓട്ടോയുടെ ഇടയിൽപ്പെട്ടുപോയ ഓട്ടോക്കാരൻ ഒരുവിധം ഇഴഞ്ഞ് പുറത്തെത്തി. ദേഹം മുഴുവൻ മുറിവും ചതവുമാണെന്ന് വേദനയിൽ നിന്നും അയാൾക്ക് മനസ്സിലായി. പൊട്ടിയ ചില്ലിനിടയിലൂടെ കൈയിട്ട് ഡാഷ് ബോക്സ് തുറന്ന്
പെൺടോർച്ചെടുത്ത് തെളിച്ചും ചുറ്റും നോക്കി. ഓട്ടോയുടെ മുൻവശം ചുളുങ്ങി പാട്ടകഷ്ണങ്ങളായി കിടക്കുന്നു. അപ്പോഴാണ് ഓട്ടോയുടെ അകത്തുനിന്നും ഒരു ഞരങ്ങൽ കേട്ടത്. ഒരു കൈ പുറത്തേക്ക് കിടക്കുന്നു. ഓട്ടോക്കാരൻ വേഗത്തിൽ ഓട്ടോയുടെ ചുളുങ്ങി വിട്ടുമാറിയ പാട്ടകഷ്ണങ്ങൾ വലിച്ചു മാറ്റി. അതിനുള്ളിൽ കുടുങ്ങിക്കിടന്ന പോലീസുകാരനെ ഒരുവിധം പ്രയാസപ്പെട്ട് വലിച്ച് പുറത്തെത്തിച്ചു. ദേഹം മുഴുവൻ ചോരയുമായി പോലീസുകാരൻ എഴുന്നേറ്റിരുന്നു. ഇരുട്ടിൽ പകച്ചു നോക്കി. ഇതെവിടെയാ? ഇത് ഏതാ സ്ഥലം? ഇതെൻ്റെ കുഞ്ഞമ്മയുടെ നാത്തൂൻ്റെ വീടാ. നല്ല രസമല്ലേ സാറേ? നീ എന്താ എന്നെ പരിഹസിച്ചതാ? ചവിട്ടി നിന്റെ. പോലീസുകാരൻ മണികുമാരൻ മുരണ്ടുകൊണ്ട് ഓട്ടോക്കാരനെ നോക്കി. എൻ്റെ സാറേ, നേരെ ചൊവ്വെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ എന്ന് നോക്ക് സാർ. എന്നിട്ടാകാം ചവിട്ട് നാടകം. ജീവനം കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കാം ആദ്യം. എൻ്റെ സാറേ, ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാണ് ഞാൻ ഈ വഴിയേ ഇല്ലെന്ന്. അപ്പോൾ സാർ എന്താ പറഞ്ഞത്? ഈ നൂറ്റാണ്ടിൽ പ്രേതോ ഇല്ല, ഭൂതോ ഇല്ല, എല്ലാം അന്ധവിശ്വാസമാണെന്ന്. ഇപ്പോഴോ? എൻ്റെ ഓട്ടോയും പോയി, നടുക്ക് ഒടിഞ്ഞ് ദേഹവും കീറി. സമാധാനമായല്ലോ സാറിന്? എൻ്റെ ജീവിത വരുമാനമാണ് ഈ പൊളിഞ്ഞു കിടക്കുന്നത്. എന്തായാലും ജീവിതം പട്ടി നക്കിയതുപോലെയായി. ഇനി പ്രേതം പിടിച്ചാലെന്ത്, ഇല്ലെങ്കിലെന്ത്? എൻ്റെ വീട്ടുകാരെ ഒന്ന് കണ്ടിട്ട് ചാകാനുള്ള യോഗം കിട്ടുമോ ദൈവമേ? താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത്? പോലീസുകാരൻ ദയനീയതയോടെ ഓട്ടോക്കാരനെ നോക്കി. ഞാൻ പറയുന്നത് പച്ച പരമാർത്ഥം. എന്തായാലും ഇവിടെ നിന്നും ആരും ജീവനോടെ തിരിച്ചു പോകുമെന്ന് കരുതേണ്ട. പിന്നെ സാറിന് പ്രേതത്തെ പിടിച്ച് പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞത്? സാറിൻ്റെ കഴിവ് വീണ്ടും തെളിയിക്കാനുള്ള അവസരമാ. പാഴാകാതെ പോയി പിടിക്ക്. നിർത്തൂ നിന്റെ പ്രസംഗം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെവിടെ? അവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചില്ലെങ്കിൽ എൻ്റെ തൊപ്പി പോകും. പോലീസുകാരൻ വെപ്രാളപ്പെട്ടു. ചുറ്റും കണ്ണുകൾ കൊണ്ട് പരതി. എൻ്റെ സാറേ, വണ്ടി ഇടിച്ചപ്പോൾ ആ പെൺകുട്ടികൾ വെടിയുണ്ട പോലെ ദേ ആ കുട്ടിക്കാറ്റിലേക്ക് തെറിച്ചു പോയിട്ടുണ്ട്. മൂർഖനും രാജവെമ്പാലയും കുറുനരികളും ഒക്കെ ഉള്ള സ്ഥലമാ. ആ പെൺകുട്ടികളുടെ കാര്യം അവർ നോക്കിക്കോളും. ഈ ചെറിയ ടോർച്ചിൻ്റെ വെട്ടത്തിൽ കാട്ടിൽ കയറി നോക്കാൻ പറ്റത്തില്ല. പിന്നെ സാറിനോടൊരു സന്തോഷ വാർത്ത പറയാം. ഇവിടെ അടുത്താണ് ഞാൻ പറഞ്ഞ കണ്ടകൻകോട് കവല. അവിടെ ചെന്നാൽ സാറിന് പ്രേതങ്ങളെ ഒറ്റയ്ക്ക് പിടിച്ച് കഴിവ് തെളിയിക്കാം. ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രമോഷനും കിട്ടിയേക്കും. പറ്റിയ സമയമാ ആള് കളിക്കാൻ. എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ തിരിച്ചു പോകുക. സാർ വരുന്നുണ്ടെങ്കിൽ വാ. ഞാൻ എങ്ങനെ വരാനാ തൻ്റെ കൂടെ? പെൺകുട്ടികളെ കണ്ടുപിടിച്ച് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചില്ലെങ്കിൽ എൻ്റെ പണി പോകും, പോലീസുകാരൻ വേവലാതിയോടെ പറഞ്ഞു. എങ്കിൽ സാറ് ഇവിടെ ഇരുന്ന് ആ പെണ്ണുങ്ങളെ ആരും കൊണ്ടുപോകാതെ നോക്കിക്കോ. എൻ്റെ വണ്ടിയും കൂടെ നോക്കിയേക്കണേ. സാറിന് സാറിൻ്റെ പണി, എനിക്ക് എൻ്റെ തല. അതും പറഞ്ഞ് ഓട്ടോക്കാരൻ പിറകോട്ട് നടന്നു. കുറച്ച് നടന്നതും ഒരു കടവാവൽ പറന്നു വന്ന് ഓട്ടോക്കാരന് ചുറ്റും വട്ടം പറന്നു. നിമിഷങ്ങൾ കഴിയുന്തോറും കടവാവലുകളുടെ എണ്ണം കൂടി വന്നു. നിലവിളിച്ചുകൊണ്ട് മുൻപോട്ടോടിയെങ്കിലും കടവാവലുകൾ പുറകെ പോയി ആക്രമിച്ചു. പെട്ടെന്ന് ഇരുട്ടിലൊരു ചെറുകടി ശബ്ദം മുഴങ്ങി. ഭീമാകാരനായ ഒരു കഴുകൻ ഓട്ടോക്കാരന് നേരെ പാഞ്ഞടുത്തു. ഒറ്റക്കൊത്തിന് ഒരു കണ്ണിലെ കൃഷ്ണമണി തെറിച്ചുപോയി. അലറിക്കരഞ്ഞ ഓട്ടോക്കാരൻ്റെ ശബ്ദം കടവാവലുകളുടെ ചെറുകടി ശബ്ദത്തിൽ അലിഞ്ഞുപോയി. മുരണ്ട കൊണ്ട് കഴുകൻ ചീറ്റിത്തെറിക്കുന്ന രക്തം ചുണ്ടുകൾ കൊണ്ട് വലിച്ചു കുടിച്ചു. ഓട്ടോക്കാരൻ്റെ അടുത്ത കണ്ണും കൊത്തിപ്പറിച്ചെടുത്ത കഴുകൻ ഇരുട്ടിലേക്ക് പറന്നകന്നു. അപ്പോൾ പിടയുന്ന അയാളുടെ ദേഹത്തെ പച്ചമാംസം കടവാവലുകൾ കൂട്ടത്തോടെ കടിച്ചു പറിക്കുകയായിരുന്നു. ഇടിച്ചു തകർന്നു കിടക്കുന്ന ഓട്ടോയിൽ ചോരയൊലിക്കുന്ന ദേഹവുമായി ചാരിയിരിക്കുകയായിരുന്ന പോലീസുകാരൻ മണികുമാരൻ ആയാസപ്പെട്ട് എഴുന്നേറ്റു. ചുറ്റും കൂരിരുട്ട്. രാജേന്ദ്രൻ പോയ വഴിയിൽ ഒരു നിലവിളി ശബ്ദം കേട്ടതുപോലെ മണികുമാരന് തോന്നിയിരുന്നു. അയാൾ ആ ഭാഗത്തേക്ക് തുറച്ചു നോക്കി നിന്നു. ഇനി ഇവിടെ ഒറ്റയ്ക്ക് നിന്നാൽ തൻ്റെ അവസ്ഥയും പരിതാപകരം ആകുമെന്ന് മണികുമാരന് തോന്നി. പ്രത്യേകിച്ചും പരിചയമില്ലാത്ത പ്രദേശം. ചുറ്റും കാട് കയറിക്കിടക്കുന്ന അവിടെ ഒന്ന് നിലവിളിച്ചാൽ പോലും ആരും രക്ഷിക്കാൻ വരാനില്ല. കൂടെ വന്ന പെൺകുട്ടികൾ തെറിച്ചുപോയ കുറ്റിക്കാട്ടിലേക്ക് അയാൾ നോക്കി. ഇരുട്ട് നിറഞ്ഞ അവിടെ ഒന്നും കാണാൻ പറ്റുമായിരുന്നില്ല. ചില മിന്നാമിനുങ്ങുകൾ അങ്ങിങ്ങായി പറന്നു നടക്കുന്നത് മാത്രം കാണാം. തവളകളുടെ കരച്ചിലും കേൾക്കാം, കൂടെ ചീവീടുകളുടെയും. വഴിയുടെ നടുക്കു കണ്ട പൂച്ചയും പിന്നീട് രൂപം മാറിയ ചീഞ്ഞളിഞ്ഞ പൊട്ടിക്കേറിയ ശരീരത്തോടു കൂടിയ ഭീകരരൂപിയായ സ്ത്രീയെക്കുറിച്ച് ഓർത്തപ്പോൾ മണികുമാരൻ്റെ ശരീരത്തിലൂടെ കുളിര് കടന്നു പോകുന്നത് പോലെ പോലീസുകാരന് തോന്നി. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല. തൻ്റെ മുത്തശ്ശൻ പറയാറുള്ള കഥകളിൽ മാത്രമാണ് ഇതുപോലുള്ള ഭീകരരൂപികൾ പ്രത്യക്ഷപ്പെടുന്നത്. ഓട്ടോക്കാരൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. തൻ്റെ വിവരക്കേട് അല്ലാതെന്തു പറയാൻ? അയാൾ സ്വയം ശപിച്ചുകൊണ്ട് ഓട്ടോക്കാരൻ പോയ ദിക്കിലേക്ക് മെല്ലെ നടന്നു. ഇടയ്ക്ക് രാജേന്ദ്ര എന്ന് ഉച്ചത്തിൽ വിളിച്ചു.
പക്ഷേ ഇരുട്ടിൽ നിന്നും ആരും വിളി കേൾക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി മുൻപോട്ട് നടന്നതും കാലിലെന്തോ തടഞ്ഞതുപോലെ മണികുമാരൻ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കി. ഓട്ടോക്കാരൻ രാജേന്ദ്രൻ്റെ കയ്യിലുണ്ടായിരുന്ന പെൺ ടോർച്ച്. ഇപ്പോൾ ഓട്ടോക്കാരൻ ഇതെവിടെ ഇട്ടിട്ട് എവിടെ പോയി ഈ രാത്രിയിൽ? ടോർച്ചെടുത്ത് മുൻപോട്ട് നീട്ടി തെളിച്ചതും പോലീസുകാരൻ കണ്ടു. വഴിയുടെ മധ്യത്തിൽ ഒരാൾ പൊക്കത്തിൽ എന്തോ നിൽക്കുന്നു. എന്താണത്? മുൻപ് കണ്ടതുപോലെയുള്ള വല്ല പ്രേതങ്ങളുമാണോ? അതോർത്തപ്പോൾ ശരീരത്തിൽ ഒരു വിറയൽ. കുറച്ചു സമയം ആ രൂപത്തിന് നേരെ ലൈറ്റടിച്ചു നിന്നു. ഒരനക്കവുമില്ല. അപ്പോൾ കുറച്ച് ധൈര്യം കിട്ടി. വീണ്ടും മുൻപോട്ട് ചെന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. ആ രൂപത്തിന് ചലനം വെച്ചു. ആ രൂപത്തിൽ നിന്നും നൂറുകണക്കിന് കടവാവലുകൾ പല ഭാഗത്തേക്ക് പറന്നു പൊങ്ങി. പേടിയോടെ പുറകോട്ട് മാറിയ മണികുമാരൻ കണ്ടു. കടവാവലുകൾ പല ഭാഗത്തേക്ക് പറന്നു പോകുമ്പോൾ അവയുടെ മധ്യത്തിൽ വഴിയിലൊരു മനുഷ്യൻ്റെ ചോരയിൽ നിറഞ്ഞ അസ്ഥികൂടം നിൽക്കുന്നു. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ മാംസങ്ങളും ആന്തരിക അവയവങ്ങളും വവ്വാലുകൾ കാർന്നു തിന്നിരിക്കുന്നു. ഇപ്പോൾ മാംസങ്ങൾ നഷ്ടപ്പെട്ട ഒരു അസ്ഥികൂടം. കണ്ണുകളുടെ സ്ഥാനത്ത് ചോരയൊലിക്കുന്ന 2 കുഴികൾ. വവ്വാലുകൾ ആ ശരീരത്തിൽ നിന്നും വേർപെട്ടതും ആ അസ്ഥികൂടം വഴിയിലേക്ക് മറിഞ്ഞു വീണു. വഴിയിൽ നിന്നും കിട്ടിയ ടോർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ മുൻപിൽ കിടക്കുന്ന ചോരപൂണ്ട അസ്ഥികൂടം ഓട്ടോക്കാരൻ രാജേന്ദ്രൻ്റെതാണെന്ന് മണികുമാരന് മനസ്സിലായി. അതോർത്തപ്പോൾ ഭയം ദേഹമാകെ അരിച്ചു കയറി. പെട്ടെന്ന് ടോർച്ച് വെട്ടത്തിലേക്ക് ഒരു കടവാവൽ പറന്നെത്തി. അതിൻ്റെ തിളങ്ങുന്ന ചോരക്കണ്ണുകൾ കൊണ്ട് മണികുമാരനെ തുറച്ചു നോക്കി. അത് തന്നെ ആക്രമിക്കാൻ പോകുകയാണെന്ന് തോന്നിയ മാത്രയിൽ അയാൾ നിലവിളിയോടെ തിരിഞ്ഞോടി. ഹംസയുടെ പുറകെ കുറച്ച് പറന്നതിന് ശേഷം കടവാവൽ തിരിച്ചു പറന്നു. വഴിയിൽ വീണു കിടക്കുന്ന ചോര പുരണ്ട അസ്ഥികൂടത്തിനരികിലെത്തി. വലം വെച്ച് ചിറകടിച്ച് പറന്ന ശേഷം ആ കടവാവൽ ആ അസ്ഥികൂടത്തിൻ്റെ നെഞ്ചിൻ കൂടിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി. ദൂരെ എവിടെയോ ഇരുന്ന് പുള്ള് നീട്ടിക്കൂവി. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. തിരിഞ്ഞോടിയ പോലീസുകാരൻ ഇടിച്ചു തകർന്നു കിടക്കുന്ന ഓട്ടോയുടെ അടുത്തെത്തി. കിതച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. ഒന്നും കാണുന്നില്ല. വിറയലോടെ ഇരുട്ടിലേക്ക് ടോർച്ചടിച്ചു നോക്കി. ഇല്ല, പുറകെ ആരുമില്ല. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് മണികുമാരൻ ഓട്ടോയുടെ ഒരു സൈഡിലായി ഇരുന്നു. ശ്വാസം ആഞ്ഞു വലിച്ചു. ചതവും മുറിവും പറ്റിയ ചോരയൊലിക്കുന്ന ശരീരത്തിലൂടെ വിയർപ്പ് കണങ്ങൾ ചാലിട്ടൊഴുകി. മുറിവിൽ വിയർപ്പ് വീണപ്പോൾ വല്ലാത്തൊരു നീറ്റൽ. അതേസമയം കുറച്ചു ദൂരെ വഴിയിൽ വീണുകിടന്ന ഓട്ടോക്കാരൻ രാജേന്ദ്രൻ്റെ ചോര പുരണ്ട അസ്ഥികൂടം പൊടുന്നനെ എഴുന്നേറ്റ് നേരെ നിന്നു. അസ്ഥികൂടത്തിനുള്ളിലിരുന്ന് കടവാവൽ മുരണ്ടു. അതിൻ്റെ വായിൽ നിന്നും ചോര താഴേക്ക് ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. ഇരുവശങ്ങളിൽ നിന്നും ചോര പുരണ്ട കോമ്പല്ലുകൾ പുറത്തേക്ക് നീണ്ടുവന്നു. ചുവന്നു തുടുത്ത കണ്ണുകളിൽ നിന്നും രക്തം ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. എഴുന്നേറ്റ് നിന്ന അസ്ഥികൂടം നടക്കുവാൻ തുടങ്ങി. കുറ്റിച്ചെടികളും വൃക്ഷങ്ങളും വള്ളിച്ചെടികളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ട് നിറഞ്ഞ കാടിനുള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ വഴിയുടെ ഓരത്തുള്ള മാളത്തിൽ നിന്നും പുറത്തു വന്ന ഒരു കരിമൂർഖൻ വിഷം ചീറ്റിക്കൊണ്ട് ആ അസ്ഥികൂടത്തിൻ്റെ പുറകെ ഇഴഞ്ഞു ചെന്നു. അതേസമയം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്നും തിരിഞ്ഞ് കണ്ടകൻകോട് ഭാഗത്തേക്കുള്ള റോഡിലൂടെ ഒരു കറുത്ത താർ ജീപ്പ് പാഞ്ഞു വന്നുകൊണ്ടിരുന്നു. അതിൽ മംഗലാപുരത്ത് നിന്നും ഡോക്ടർ അരുളിൻ്റെയും അഡ്വക്കേറ്റ് രാംനാഥിൻ്റെയും നിർദ്ദേശപ്രകാരം മെറിനെയും ഗ്ലാഡിസിനെയും പിന്തുടർന്നു വന്ന 3 ചെറുപ്പക്കാരായിരുന്നു. ജാവേദ്, മുഹമ്മദ് ഖാൻ, റിച്ചാർഡ്. മംഗലാപുരത്തെ 4 പെൺസംഘത്തിൻ്റെ ബോയ് ഫ്രണ്ട്സ്. സ്നേഹം നടിച്ച് പെൺകുട്ടികളെ മയക്കുമരുന്നും മദ്യവും നൽകി കൂടെ നിർത്തി എന്തു വൃത്തികേടും അനാശാസ്യവും നടത്തുന്ന, വേണ്ടി വന്നാൽ കൊല വരെ ചെയ്യാൻ മടിക്കാത്ത മംഗലാപുരത്തെ സമ്പന്നരുടെ മക്കൾ. ഡ്രഗ് ലോബിയിലെ കണ്ണികൾ. മാത്രമല്ല ദേവഗൗഡ നഴ്സിംഗ് സ്കൂളിൽ പുതിയതായി എത്തുന്ന പെൺകുട്ടികളെ അനാശാസ്യത്തിനു വേണ്ടി ഭീഷണിപ്പെടുത്തി പ്രേരിപ്പിക്കുന്നവർ. അവരുടെ കൊള്ളരുതായ്മയ്ക്ക് മുൻപിൽ നിയമങ്ങൾക്ക് പുല്ലുവില മാത്രം. നിയമപാലകർ പോലും കണ്ണടയ്ക്കുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും പോകുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ നോട്ടമിടുന്ന തേർഡ് റേറ്റ് പെൺവാണിഭ സംഘങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ. ആരെയും വകവയ്ക്കാതെ നടക്കുന്ന അപകടകാരികൾ. പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്നത് ഇവരെ കാണുമ്പോൾ കൂടുതൽ ബോധ്യപ്പെടും. അവരുടെ ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റുകൾ ഇരുളിൻ്റെ മാറിൽ തുളഞ്ഞു കയറി. വണ്ടി വെടിയുണ്ട പോലെ മുൻപോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. ദൂരെ നിന്നും ഏതോ വണ്ടിയുടെ ലൈറ്റ് കണ്ട് പോലീസുകാരൻ മണികുമാരൻ ഓട്ടോയുടെ സൈഡിൽ പിടിച്ച് മെല്ലെ എഴുന്നേറ്റ് വഴിയുടെ സൈഡിലേക്ക് നീങ്ങി നിന്നു കൈ നീട്ടിപ്പിടിച്ചു.
പാഞ്ഞു വന്ന താർ ജീപ്പ് അയാളുടെ മുൻപിൽ വലിയൊരു ശബ്ദത്തോടെ ബ്രേക്കിട്ട് നിന്നു. ജാവേദ്, ഇത് മംഗലാപുരത്തെ ആ പോലീസുകാരനല്ലേ? റിച്ചാർഡ് ചോദിച്ചപ്പോൾ അതേയെന്ന് ജാവേദ് തല കുലുക്കി. നമ്മുടെ ഡോക്ടറിനെയും അഡ്വക്കേറ്റിനെയും കാണുന്നില്ലല്ലോ. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വന്നു നോക്കിയിട്ട് ആരെയും കണ്ടില്ല. സ്റ്റേഷൻ മാസ്റ്ററാണ് പറഞ്ഞത് പെൺകുട്ടികളും ഒരു പോലീസുകാരനും കൂടി ഓട്ടോയിൽ ഈ വഴി പോയിട്ടുണ്ടെന്ന്. പിന്നെ പുറകെ വെച്ചു പിടിക്കുകയായിരുന്നു. മുഹമ്മദ് ഖാൻ ചുറ്റും നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. പുറകെ മറ്റുള്ളവരും. ജാവേദ് ഇടിച്ചു തകർന്നു കിടക്കുന്ന ഓട്ടോയുടെ സമീപത്ത് നിൽക്കുന്ന പോലീസുകാരൻ്റെ അടുത്തേക്ക് നടന്നു. എന്താ സാറേ ഇവിടെ ഈ പട്ടിക്കാട്ടിൽ, ആളും അനക്കവും ഇല്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക്? കൂടെ വന്നവരൊക്കെ എവിടെ? ജാവേദ് ചോദിച്ചു. വന്ന ഓട്ടോ ഇടിച്ചു മറിഞ്ഞു. ഓട്ടോക്കാരനെ കാണാനില്ല. കൂടെ വന്നവർ ഓട്ടോ ഇടിച്ചപ്പോൾ പുറത്തേക്ക് തെറിച്ചുപോയി. വിളിച്ചു നോക്കിയിട്ട് ഒരു പ്രതികരണവുമില്ല. എനിക്കാണെങ്കിൽ ഇവിടം പരിചയവുമില്ല. ദേഹം മുഴുവൻ മുറിവും ചതവുമാണ്. മാത്രമല്ല, ബാക്കി പറയാതെ മണികുമാരൻ നിർത്തി. അതിരിക്കട്ടെ, നിങ്ങൾ മംഗലാപുരത്തുള്ളവരല്ലേ? പല പ്രാവശ്യം കഞ്ചാവ് കേസിന് നിങ്ങളെൻ്റെ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ട്. എന്താ ഈ സമയത്ത് കൃത്യമായും ഇവിടെ? മണികുമാരൻ സംശയത്തോടെ ചോദിച്ചു. ഒന്നുമില്ല സാറേ, വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് കറങ്ങാൻ വന്നതാ. ഈ കാട്ടിൽ കൂടി രാത്രിയിൽ നടക്കുമ്പോൾ ഒരു സുഖം, മുഹമ്മദ് ഖാൻ പറഞ്ഞു. അതിൽ തന്നോടുള്ള ഒരു പരിഹാസം ഒളിച്ചിരിക്കുന്നത് പോലെ പോലീസുകാരന് തോന്നി. സാറേ അതിരിക്കട്ടെ, കൂടെ വന്ന ഞങ്ങളുടെ ആ പെൺകുട്ടികൾ എവിടാ? ഓട്ടോ ഇടിച്ചു മറിഞ്ഞാലും തെറിച്ചു പോയാലും അവരെ കാണണ്ടേ ഇവിടെ? രണ്ടെണ്ണത്തെ തട്ടിയതുപോലെ ഇവരെയും തട്ടാൻ കൊണ്ടുവന്നതാണോ? അതിനു പറ്റിയ ഭൂപ്രകൃതിയാണിവിടെ. പറ സാറേ, ആ രണ്ട് പെൺകുട്ടികൾ എവിടെ? സാറ് പറഞ്ഞാൽ സാറിനൊരു പ്രമോഷൻ തരാം. ഞങ്ങളെ നിങ്ങൾ പോലീസുകാർ ദ്രോഹിച്ചതിന് ഒരു സമ്മാനം. ഞങ്ങളിൽ ഒരാളെ ഇവിടുത്തെ പോലീസുകാർ മംഗലാപുരത്ത് വന്ന് തട്ടി. അതിന് മറുപടി കൊടുക്കാൻ വന്നതാ. മംഗലാപുരത്ത് വന്ന് ഞങ്ങളുടെ തട്ടകത്തിൽ ഷൈൻ ചെയ്ത് തിരിച്ചുപോയ അവന്മാർക്ക് കേരളത്തിൽ വന്ന് തിരിച്ചൊരു പണി കൊടുക്കണ്ടേ സാറേ? ജാവേദ് മുൻപോട്ട് നീങ്ങി നിന്നു. എടാ, നീയൊക്കെ പോലീസുകാരോടാ കളി, ഓർത്തോണം. കുഞ്ഞുനാളിൽ കുടിച്ച മുലപ്പാൽ വരെ നീയൊക്കെ കക്കും, മണികുമാരൻ ഗർജിച്ചു. ഒന്ന് പോ സാറേ, ഞങ്ങളുടെ പുറകെ വരാൻ തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ? എന്നിട്ട് ഞങ്ങളുടെ ഒരു പൂടയെങ്കിലും പറിക്കാൻ സാറിനോ സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനോ സാധിച്ചോ? സാധിക്കില്ല. കാശിറക്കി കളിക്കും. അതിനു മുൻപിൽ നിങ്ങളൊന്നും ഒന്നുമല്ല സാറേ, ജാവേദ് ആക്രോശിച്ചു. പറഞ്ഞു നേരം കളയാൻ സമയമില്ല. എവിടെ ഞങ്ങൾക്കെതിരെ കരുക്കൾ നീക്കാൻ കൊണ്ടുവന്ന പെണ്ണുങ്ങൾ? ഞങ്ങളുടെ കൂട്ടുകാരികൾ. മുഹമ്മദും റിച്ചാർഡും പോലീസുകാരൻ്റെ ഇരുവശങ്ങളിലുമായി നിലയുറപ്പിച്ചു. നിന്റെ അവളുമാരെ പുഴുങ്ങി തിന്നിട്ടൊന്നുമില്ല. ഓട്ടോ ഇടിച്ചപ്പോൾ ആ കാട്ടിലേക്ക് തെറിച്ചു പോയിട്ടുണ്ട്. നേരം വെളുത്തിട്ട് അവിടെ എവിടെയെങ്കിലും പാമ്പും കുറുക്കനും തിന്നാതെ കിടപ്പുണ്ടെങ്കിൽ എടുത്തുകൊണ്ടുപോയി സ്റ്റേഷനിൽ ഹാജരാക്കാം. പുണ്യാളത്തിമാരുമൊന്നും അല്ലല്ലോ അവർ. നിൻ്റെയൊക്കെ കൂടെ കൂടി ഒരുപാട് നാടത്തരങ്ങൾ കാണിച്ച് നടന്നതല്ലേ? മണികുമാരൻ കോപത്തോടെ പറഞ്ഞു. അപ്പോൾ സാറിനെല്ലാം അറിയാമല്ലോ. പെൺകുട്ടികളെ ഞങ്ങൾ ഹാജരാക്കേണ്ടടുത്ത് കൊണ്ടുപോയിക്കോളാം. സാറ് ബുദ്ധിമുട്ടണ്ട. ഞങ്ങളെക്കുറിച്ച് എല്ലാം അറിയാവുന്ന സ്ഥിതിക്ക് സാർ ഇവിടെ നിന്നും പോയാൽ അതിൻ്റെ കേട് ഞങ്ങൾക്കാ. അറിഞ്ഞുകൊണ്ടാരെങ്കിലും പട്ടിക്കൂട്ടിൽ തലയിടുമോ? ഓക്കെ സാറേ, ഗുഡ് ബൈ. പരലോകത്ത് വെച്ച് കാണാം. ജാവേദ് പറഞ്ഞു നിർത്തിയതും പുറകിൽ നിന്ന് റിച്ചാർഡ് കോട്ടിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വടിവാൾ വലിച്ചെടുത്തു. പുറകിൽ നിന്നും പോലീസുകാരനെ ആഞ്ഞുകുത്തി. വടിവാൾ വയറ് പിളർത്തി പുറത്തു വന്നു. ഒരു നിലവിളിയോടെ മുൻപോട്ട് കുനിഞ്ഞ പോലീസുകാരൻ മണികുമാരൻ്റെ കഴുത്ത് ലക്ഷ്യമാക്കി ജാവേദ് വടിവാൾ ആഞ്ഞു വീശി. കഴുത്തിന്ന് വെട്ടേറ്റ് പോലീസുകാരൻ്റെ തല വേർപെട്ട് റോഡിലേക്ക് തെറിച്ചു വീണു. തലയില്ലാത്ത പോലീസുകാരൻ്റെ ശരീരം താഴേക്ക് വീണു പിടച്ചു. അവിടെയെല്ലാം രക്തം ചിതറിത്തെറിച്ചു. ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ തുറന്ന കണ്ണുകളുമായിരിക്കുന്ന പോലീസുകാരൻ്റെ തലയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന രക്തം നാലുപാടും പരന്നൊഴുകി. 3 പേരും കൂടി പോലീസുകാരൻ്റെ തലയില്ലാത്ത ശരീരം പൊക്കിയെടുത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഓട്ടോയുടെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റി. പെട്രോൾ ടാങ്ക് തുറന്ന് ലൈറ്റർ കത്തിച്ച് അതിലേക്കിട്ടു. ഓട്ടോയിൽ തീ ആളിപ്പടർന്നു. ഇരുളിനെ വകഞ്ഞു മാറ്റി തീനാളങ്ങൾ മുകളിലേക്കുയർന്നു. അയാളുടെ അവിടെ കിടക്കുന്ന തലയും കൂടിയെടുത്ത് തീക്കകത്തിട്, റിച്ചാർഡ് പറഞ്ഞു. കുറച്ചകലെ മാറിക്കിടക്കുന്ന പോലീസുകാരൻ്റെ തലയെടുക്കാൻ തിരിഞ്ഞ അവർ ആളിക്കത്തുന്ന തീയുടെ വെളിച്ചത്തിൽ ആ കാഴ്ച കണ്ടു. വഴിയുടെ മധ്യത്തിൽ ഒരു സ്ത്രീരൂപം. അത് വഴിയിൽ കിടന്ന പോലീസുകാരൻ്റെ തലയെടുത്തു. നാക്കു നീട്ടി തലയ്ക്കകത്തേക്കിട്ട് രക്തം വലിച്ചു കുടിക്കുന്നു. വഴിയിൽ പടർന്നു കിടന്ന ചോരയും നാക്കുനീട്ടി നക്കി കുടിച്ചു. തലയുമായി മെല്ലെ എഴുന്നേറ്റ് ഞെട്ടി വിറച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരെ നോക്കി. സ്ത്രീരൂപത്തിൻ്റെ വായ്ക്കിരുവശത്തു നിന്നും 2 തേറ്റപ്പല്ലുകൾ പുറത്തേക്ക് നീണ്ടു. കത്തുന്ന കണ്ണുകൾ പൊട്ടി അതിൽ നിന്നും ചുടുചോര താഴേക്കൊഴുകി.
നോക്കി നിൽക്കെ ആ സ്ത്രീരൂപത്തിൻ്റെ ദേഹം വിണ്ടുകീറുവാൻ തുടങ്ങി. മാംസങ്ങൾ അടർന്നടർന്ന് താഴേക്ക് വീഴുവാൻ തുടങ്ങി. അവസാനം സ്ത്രീരൂപം മാംസങ്ങളില്ലാത്ത ഒരസ്ഥികൂടമായി മാറി. അലറിക്കൊണ്ട് ആ സ്ത്രീരൂപം കയ്യിലിരുന്ന തല അവർക്ക് നേരെ എറിഞ്ഞു. നിലവിളിച്ചുകൊണ്ട് ജാവേദും റിച്ചാർഡും മുഹമ്മദ് ഖാനും കാടിനുള്ളിലേക്കോടി. തല വന്നിടിച്ച് ജീപ്പിൻ്റെ മുൻവശത്തെ ഗ്ലാസ് തകർന്നു. കത്തിയാളിക്കൊണ്ടിരുന്ന ഓട്ടോയ്ക്കുള്ളിൽ നിന്നും പോലീസുകാരൻ്റെ ശരീരം കരിയുന്ന മണം അവിടെ വ്യാപിച്ചു. എല്ലുകൾ പൊട്ടിച്ചിതറി. ചിതറിയ തീപിടിച്ച ഓട്ടോയ്ക്കുള്ളിൽ നിന്നും കത്തിക്കൊണ്ടിരുന്ന എല്ലിൻ കഷ്ണം ജീപ്പിൻ്റെ മുകളിൽ പോയി വീണു. നിമിഷങ്ങൾക്കുള്ളിൽ വലിയൊരു സ്ഫോടന ശബ്ദത്തോടെ തീപിടിച്ച ജീപ്പ് മുകളിലേക്ക് പൊങ്ങി ആകാശത്തിൽ ഒരു തീഗോളം. പിന്നെ താഴെ വന്ന് വീണു. നാലുപാടും ജീപ്പിൻ്റെ തീപിടിച്ച ഭാഗങ്ങൾ ചിതറിത്തെറിച്ചു. പേടിച്ച് നിലവിളിച്ചുകൊണ്ട് കാടിനുള്ളിലേക്ക് ഓടിക്കയറിയ ജാവേദും റിച്ചാർഡ് മുഹമ്മദ് ഖാനും ഇരുളിൽ മറിഞ്ഞുകിടന്ന മരത്തിൽ തട്ടി കാടിനുള്ളിലേക്ക് തെറിച്ചുപോയി. മുൾപടർപ്പിലും കുറ്റിച്ചെടിയിലും തട്ടി അവരുടെ ദേഹത്ത് മുറിവുകൾ പറ്റി. തെറിച്ചു വീണത് ഒരു ചതുപ്പിനകത്തേക്കാണെന്ന് മനസ്സിലായത് അവരുടെ കാലുകൾ ചെളിയിൽ താഴ്ന്നുപോയപ്പോഴാണ്. അവർ ഇരുളിലൊരു പിടിവള്ളിക്കു വേണ്ടി ചുറ്റും പരതി. എന്നാൽ ഇരുട്ടിൽ ഒന്നും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. കുറച്ചകലെ വഴിയിൽ തങ്ങൾ വന്ന ജീപ്പ് കത്തുന്നത് കാണാം. അതിൻ്റെ തീനാളങ്ങളുടെ പ്രകാശം കാടിനുള്ളിലെ ഇരുട്ടിലേക്ക് കുറേശ്ശെ കടന്നു വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഒരുപാടുള്ളിലാണ് തങ്ങളെന്നും ചതുപ്പിൻ്റെ ഭാഗത്ത് വെളിച്ചത്തിൻ്റെ ഒരു അംശം പോലും കടന്നു വരുന്നില്ല എന്നതും അവരെ നിരാശപ്പെടുത്തി. 3 പേരും മുകളിലേക്ക് അടങ്ങാറാവാതെ ചതുപ്പിൻ്റെ വശത്തുള്ള ചെറിയ കുറ്റിച്ചെടിയിൽ പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് റിച്ചാർഡ് പറഞ്ഞു, ജാവേദ്, ഒരു വള്ളിയിൽ പിടുത്തം കിട്ടിയിട്ടുണ്ട്. പക്ഷേ വഴുതിപ്പോകുന്നു പിടുത്തം. ജാവേദ് കുഴിയുടെ വശത്ത് തൻ്റെ മോഡേൺ വാച്ചിലെ ടോർച്ച് അമർത്തി തെളിച്ചു. റിച്ചാർഡ്, പിടുത്തം വിട്, അതൊരു പാമ്പിൻ്റെ വാലാണ്. ഇനിയും വലിച്ചാൽ ആ പാമ്പ് കൂടി ഈ ചതുപ്പിലോട്ട് വീഴും. പിന്നെ അതിൻ്റെ കടികൊണ്ട് ചാവുകയുള്ളൂ. ഏതെങ്കിലും വിഷമുള്ള പാമ്പായിരിക്കും അത്. മാത്രമല്ല, ഞാൻ ഇന്നർവെയർ പോലും ഇട്ടിട്ടില്ല. മറന്നു പോയതാ, ജാവേദ് ഭയവും ജാള്യവും കലർന്ന സ്വരത്തിൽ പറഞ്ഞു. റിച്ചാർഡ് പെട്ടെന്ന് തന്നെ പാമ്പിൻ്റെ വാലിലെ പിടുത്തം വിട്ടു. അത് മുകളിലേക്ക് ഇഴഞ്ഞുപോയി. ചതുപ്പിനുള്ളിൽ ഇപ്പോൾ വാച്ചിൽ നിന്നുമുള്ള ചെറിയ വെട്ടമുണ്ട്. എന്തോന്നടേ ഇത്? ദൂരേക്ക് പോകുമ്പോൾ ഇതൊക്കെ ഇടാതെ ആരെങ്കിലും പോകുമോ? പോലീസ് പിടിച്ചാൽ ഒന്നുമിടാതെ ലോക്കപ്പിൽ ഇരിക്കേണ്ടി വരും. പത്രക്കാർ വന്ന് ഫോട്ടോ എടുത്ത് പത്രത്തിലിടും. ജാവേദിനോട് പറഞ്ഞിട്ട് റിച്ചാർഡ് മുഹമ്മദ് ഖാനെ നോക്കി. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ഇട്ടിട്ടുണ്ട് അണ്ടർവെയർ. ഖാൻ്റെ മറുപടി കേട്ട റിച്ചാർഡ് പറഞ്ഞു, ഭാഗ്യം, പാമ്പ് ഇങ്ങോട്ട് വീണിരുന്നെങ്കിൽ ജാവേദേ, നിന്റെ കാര്യം കട്ടപ്പുകയായേനെ. ഇതൊക്കെ പോകട്ടെ, ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും കരകയറാനുള്ള വഴി ആലോചിക്കാം. പറഞ്ഞിട്ട് മുഹമ്മദ് ഖാൻ ചതുപ്പിനുള്ളിലേക്ക് നോക്കി. വാച്ചിലെ ടോർച്ചിൻ്റെ ചെറിയ വെട്ടത്തിൽ അട്ടകളും പുഴുക്കളും പഴുതാരകളും വെള്ളത്തിൽ പുളഞ്ഞു നടക്കുന്നത് കണ്ടു. പിടിച്ചുകിടക്കുന്ന കുറ്റിച്ചെടികളുടെ വശങ്ങളിലുള്ള മാളങ്ങളിൽ നിന്നും പാമ്പുകൾ പുറത്തേക്ക് തലയിട്ട് നോക്കുന്നു. വണ്ടുകൾ മൂളിപ്പറന്ന് നടക്കുന്നു. പെരുച്ചാഴികൾ വശങ്ങളിലൂടെ തലങ്ങും വിലങ്ങും പാഞ്ഞു നടക്കുന്നു. വല്ലാത്തൊരവസ്ഥയിലാണ് തങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് റിച്ചാർഡിന് മനസ്സിലായി. മറ്റൊരാളുടെ സഹായമില്ലാതെ പുറത്തെത്താൻ കഴിയില്ലെന്ന് ബോധ്യമായി. അയ്യോ! പെട്ടെന്ന് ജാവേദ് നിലവിളിച്ചു. റിച്ചാർഡ് നോക്കുമ്പോൾ ജാവേദ് കിടന്ന് പുളയുകയാണ്. എന്തു പറ്റിയടാ? നീ ഡാൻസ് കളിക്കാതെ അനങ്ങാതെ നിൽക്കടാ. കുറ്റിച്ചെടിയെങ്ങാനും പറഞ്ഞു വന്നാൽ ചതുപ്പിൽ താഴ്ന്നു പോകും, ഓർത്തോ. മുഹമ്മദ് ഖാൻ മുന്നറിയിപ്പ് നൽകി. അതല്ലടാ ഖാനെ, എൻ്റെ പാമ്പിൻ്റെ അകത്ത് ഒരു എലി കയറി. സെൻട്രൽ ലോക്കിൽ കയറി കടിക്കുന്നു. കൈവിട്ടാൽ താഴെ കിടക്കും. കുടഞ്ഞു കളയാനും പറ്റുന്നില്ല. റിച്ചാർഡിന് ജാവേദിൻ്റെ ആവലാതി കേട്ട് ചിരി വന്ന്. നിനക്ക് ചിരിക്കാം, കടി കിട്ടിക്കൊണ്ടിരിക്കുന്ന എനിക്കറിയാം വിഷമം. ഇങ്ങനെ തുടർന്നാൽ എലി അത് മൊത്തം കരണ്ട് തിന്നും. പിന്നെ ഇവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടും കാര്യമില്ല, ജാവേദ് രോക്ഷത്തോടെ പറഞ്ഞു. നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താണ് കാര്യം? ഞാൻ പറഞ്ഞാൽ എലി കേൾക്കുമോ? മംഗലാപുരത്ത് ആള് കളിച്ച് കുന്തളിച്ച് നടക്കുന്നത് പോലെയല്ല ഇത്. എലിയ, ഒന്നാം തരം തുരപ്പൻ. തുരന്ന് തിന്നുന്നത് അതിനൊരു ഹരമാ. എലിക്കറിയാമോ നിന്റെ വേദന? ഒരുപാട് പെൺകുട്ടികളുടെ ശാപം കാണും. അവരുടെ ആരുടെയെങ്കിലും ആത്മാവായിരിക്കും എലിയായിട്ട് വന്ന് നിന്റെ പണിയായുധത്തിൽ തന്നെ കടിച്ചു തൂങ്ങിയിരിക്കുന്നത്. മുഴുവൻ കടിച്ചു തിന്നുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും മുകളിലെത്താം. റിച്ചാർഡ് അങ്ങനെ പറഞ്ഞുവെങ്കിലും എങ്ങനെ രക്ഷപ്പെടുമെന്നത് ഒരു ചോദ്യചിഹ്നമായി നിന്നു. പെട്ടെന്നാണ് ഒരു വള്ളി മുകളിൽ നിന്നും ചതുപ്പിലേക്ക് മെല്ലെ മെല്ലെ നീണ്ടുവന്നത്. അത് ചതുപ്പിലെ ചെളിയിൽ മുട്ടിനിന്നു. ചെറിയ വെട്ടത്തിൽ ചുറ്റും കണ്ണുകൾ കൊണ്ട് പരതിക്കൊണ്ടിരുന്ന റിച്ചാർഡ് കണ്ടു മുകളിൽ നിന്നും ചതുപ്പിലേക്ക് നീണ്ടുകിടക്കുന്ന ഒരു കാട്ടുവള്ളി. ഇത്രയും നേരം നോക്കിയിട്ടും തൻ്റെ കണ്ണിൽ ആ വള്ളി കാണാത്തതിൽ അത്ഭുതം തോന്നി.
എന്തായാലും രക്ഷപ്പെടാനൊരു വഴി കിട്ടിയതിൽ ആശ്വാസം തോന്നി. ജാവേദ് ഖാൻ, നോക്കിക്കേ, ഇവിടെ ഒരു വള്ളി ഇങ്ങോട്ട് വീണ് കിടക്കുന്നു. അവർ നോക്കി. ശരിയാണ്, മുകളിൽ നിന്നും ഒരു വള്ളി നീണ്ടു കിടക്കുന്നു, കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്തിൽ. ഇത്രയും നേരമായിട്ടും തങ്ങളും കണ്ടില്ലല്ലോ ഈ വള്ളിയെന്ന് അവർക്കും തോന്നി. എന്തായാലും മുങ്ങിച്ചാകാൻ പോകുന്നവന് കിട്ടിയൊരു പിടിവള്ളിയായി അതിനെ അവർ കരുതി. ജാവേദ്, നീ ആദ്യം ആ വള്ളിയിൽ തൂങ്ങി മുകളിലേക്ക് പോകൂ. ഓരോരുത്തരായിട്ട് മുകളിലേക്ക് പോകാം. എല്ലാവരും കൂടി തൂങ്ങിയാൽ ചിലപ്പോൾ വള്ളി പൊട്ടി താഴെ കിടക്കും. ജാവേദ് ആയാസപ്പെട്ട് ആ വള്ളി ഒരു കൈകൊണ്ട് തന്നിലേക്ക് അടുപ്പിച്ചു. 2 കൈയും കൊണ്ട് വള്ളിയിൽ തൂങ്ങി മുകളിലേക്ക് കയറാൻ തുടങ്ങി. മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ ആവേശമായിരുന്നു ജാവേദിന്. ഒരുവിധം മുകളിലെത്തി ജാവേദ് ചതുപ്പിലേക്ക് നോക്കി. അടുത്തയാളോട് കയറി വരാൻ വിളിച്ചു പറഞ്ഞു. ഖാൻ വള്ളിയിൽ തൂങ്ങി മുകളിലെത്തി. അതിനു പുറകെ റിച്ചാർഡ് മുകളിലെത്തി. 3 പേരും കിതച്ചുകൊണ്ട് അവിടെ കുത്തിയിരുന്നു. നേരം വെളുക്കാതെ നമുക്കിവിടെ നിന്നും എങ്ങും പോകുവാൻ സാധിക്കില്ല. ഉൾക്കാട്ടിലേക്ക് കയറിയാൽ പിന്നെ തിരിച്ചുപോക്ക് ഉണ്ടാകില്ല. നമ്മൾ വന്ന വണ്ടിയും കത്തി. ഇവിടെ നിന്ന രൂപത്തെക്കുറിച്ചും അവിടെ നടന്ന സംഭവത്തെക്കുറിച്ചും ഓർക്കുമ്പോൾ തന്നെ ഉടല് വിറയ്ക്കുന്നു, റിച്ചാർഡ് പറഞ്ഞു. അതെ റിച്ചാർഡ്, ഇന്നലെ വരെ കെട്ടുകഥകളിൽ കേട്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കൺമുൻപിൽ കാണുന്നത്. നമ്മുടെ പ്ലാനുകൾ തെറ്റുന്നത് പോലെ, എവിടെയോ അപകടം പതിയിരിക്കുന്നത് പോലെ. മുഹമ്മദ് ഖാനും റിച്ചാർഡിനോട് അനുകൂലിച്ചു. പറഞ്ഞത് ശരിയാകാം, പക്ഷേ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കുന്ന ശീലം നമുക്കില്ലല്ലോ. വരുന്നിടത്ത് വെച്ച് കാണാം. വന്ന കാര്യം ആരും അറിയാതെ നടത്തി തിരിച്ച് മംഗലാപുരത്തെത്തണം എത്രയും പെട്ടെന്ന്. മെറിനും ഗ്ലോറിയും അവളുമാരെ പോലീസിൻ്റെ കണ്ണിൽ പെടുന്നതിന് മുൻപ് കൊല്ലണം. നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി. അവളുമാരുടെ കൂടെയുണ്ടായിരുന്ന മറ്റ് 2 പെണ്ണുങ്ങളെ ആരോ തട്ടിയ സമയത്ത് നമുക്ക് ഇവളുമാരെ കൂടി തീർക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മളെ ആരും സംശയിക്കില്ലായിരുന്നു. അതും ദുരൂഹമരണം എന്ന അക്കൗണ്ടിൽ പോയേനെ. നമ്മളന്ന് അങ്ങനെ ചിന്തിക്കാത്തത് നമ്മുടെ ബുദ്ധിമോശമായിപ്പോയി, ജാവേദ് പറഞ്ഞു. എന്തായാലും പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടുമോ? വരാനുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. അവളുമാരെ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ ഉള്ള സത്യങ്ങൾ വിളിച്ചു കൂവും. നമ്മളും കൊലമരത്തിൽ കയറേണ്ടി വരും. അതിനിട വരരുത്, ഖാൻ വാശിയോടെ പറഞ്ഞു. ജാവേദ് ഖാൻ, വണ്ടി ഇടിച്ചപ്പോൾ പെൺകുട്ടികൾ 2 പേരും ഈ കാടിനുള്ളിലേക്ക് തെറിച്ചു പോയെന്നല്ലേ ആ പോലീസുകാരൻ പറഞ്ഞത്? അപ്പോൾ ഒരുപക്ഷെ ബോധം കെട്ട് ഇവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടാകും. ഉറപ്പാ, രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഇവിടെ വെച്ച് അവളുമാരെ തീർത്താൽ ആരും സംശയിക്കില്ല. ആക്സിഡൻ്റ് ആണെന്ന് കരുതിക്കോളും. പറഞ്ഞിട്ട് റിച്ചാർഡ് ജാവേദിനെയും ഖാനെയും നോക്കി. അതെ, അതുതന്നെയാണ് നല്ലത്. പക്ഷേ ഈ മിന്നാമിനുങ്ങിൻ്റെ വെട്ടമുള്ള ടോർച്ചും കൊണ്ട് ഈ കൊടുങ്കാട്ടിൽ അവരെ എങ്ങനെ അന്വേഷിക്കും? ഇതുപോലെയുള്ള ചതുപ്പുകളും ഇവിടെ ധാരാളം കാണും. കൂടാതെ കരിമൂർഖന്മാരും നരികളും വന്യമൃഗങ്ങളും. ജാവേദ് തൻ്റെ അഭിപ്രായം അറിയിച്ചപ്പോൾ ഖാൻ പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ച് ഉണക്കക്കമ്പുകൾ കൂട്ടി തീ കൂട്ടാം. തീ കണ്ടാൽ വന്യമൃഗങ്ങളോ പാമ്പുകളോ അടുത്തു വരില്ല. അതിനുശേഷം ആലോചിക്കാം. കുറച്ച് വെളിച്ചമാകും. ചതുപ്പിൽ വീണ് ആകെ നനഞ്ഞിരിക്കുകയാണ്, ഒന്ന് ഉണങ്ങുകയും ചെയ്യും. അത് നല്ലൊരു കാര്യമായി 3 പേർക്കും തോന്നി. കയ്യിലുണ്ടായിരുന്ന ചെറിയ വെട്ടത്തിൽ അവർ ഉണക്കക്കമ്പുകൾ പെറുക്കിക്കൂട്ടി ലൈറ്റർ ഉപയോഗിച്ച് ഒരുവിധം കത്തിച്ച് തീ കൂട്ടി. കുറച്ച് സമയത്തിനുള്ളിൽ വിറക് തീപിടിച്ച് നന്നായി കത്താൻ തുടങ്ങി. ചുറ്റും പ്രകാശം പരന്നു. 3 തീക്കൂനയ്ക്ക് ചുറ്റുമിരുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കെ ജാവേദ് കണ്ടു. കുറച്ചകലെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ എന്തോ ഇരിക്കുന്നു, ഒരു ചുവന്ന രൂപം. ജാവേദ് കത്തിക്കൊണ്ടിരുന്ന ഒരു വിറക് കഷ്ണവുമായി മെല്ലെ അങ്ങോട്ട് ചെന്നു. അടുത്തെത്തിയ ജാവേദ് കണ്ടു, ദേഹം മുഴുവൻ ചോരയിൽ പുരണ്ട ഒരു സ്ത്രീരൂപം മരത്തിൽ ചാരിയിരിക്കുന്നു. അതും പരിപൂർണ നഗ്നയായ സ്ത്രീ. ശരീരത്തിലൂടെ കട്ടച്ചോര ഒലിച്ചിറങ്ങുന്നു. മെല്ലെ ആ രൂപം ജാവേദിനെ നോക്കി. തീക്കൊള്ളി അതിനു നേരെ നീട്ടിപ്പിടിച്ച ജാവേദ് ചോദിച്ചു, ആരാ നീ? എന്തു പറ്റിയതാ? എങ്ങനെ ഇവിടെ വന്നു? ആ സ്ത്രീ രൂപത്തിൽ നിന്നും ഒരു മുരൾച്ച പുറത്തു വന്നു. ജാവേദിനെ തുറച്ചു നോക്കിയ ശേഷം ആ സ്ത്രീരൂപം ശബ്ദിച്ചു, നീ ആരാ? ഇവിടെ എന്താ നിനക്ക് കാര്യം? നിനക്ക് നിന്റെ കൂടെ വന്നവർക്കും വന്ന കാര്യം നടത്താൻ സാധിക്കില്ല. ഇവിടെ നിന്നും തിരിച്ചു പോകാൻ കഴിയില്ല. അപമൃത്യു സംഭവിക്കും. പറഞ്ഞതും സ്ത്രീരൂപം ഒറ്റ അലർച്ച. ആരോ മുഖത്തടിച്ച പോലെ ജാവേദ് തെറിച്ച് തീ കായുന്ന റിച്ചാർഡിൻ്റെയും ഖാൻ്റെയും അടുത്ത് ചെന്ന് വീണു. ചാടി എണീറ്റ അവർ വീണ്ടും അലർച്ച കേട്ട ഭാഗത്തേക്ക് നോക്കി. അവിടെ രക്തത്തിൽ കുളിച്ച സ്ത്രീരൂപം. നോക്കി നിൽക്കെ സ്ത്രീയുടെ ശരീരം വിണ്ടുകീറി. അതിൽ നിന്നും ചോര ഒഴുകിയിറങ്ങി. ആ രൂപം അവരെ നോക്കി അലറി. 3 നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞോടാൻ നോക്കിയെങ്കിലും കാലുകൾ ചലിച്ചില്ല. ഓടാൻ സാധിക്കുന്നില്ല. അപ്പോൾ മറ്റൊരു കാഴ്ച അവർ കണ്ടു. ആ സ്ത്രീരൂപത്തിൻ്റെ വയർ കീറിയിരിക്കുന്നു.
അതിൽ നിന്നും കുടൽമാല പുറത്തേക്ക് വീണ് കിടക്കുന്നു. നീണ്ടുകിടക്കുന്ന കുടൽമാല തങ്ങൾ വീണ ചതുപ്പിൻ്റെ ഉള്ളിലേക്ക് നീണ്ടുകിടക്കുകയാണ്. അപ്പോൾ തങ്ങൾ ചതുപ്പിൽ നിന്നും പിടിച്ചു കയറിയ കാട്ടുവള്ളി ആ സ്ത്രീരൂപത്തിൻ്റെ കുടലായിരുന്നു. ആ ഓർമ്മയിൽ അവരുടെ ഉള്ളു വിറച്ചു. സ്ത്രീരൂപം ചതുപ്പിലോട്ട് നീണ്ടുകിടന്ന കുടൽമാലകൾ വലിച്ചെടുത്ത് പൊട്ടിയ വയറിനുള്ളിലേക്ക് തള്ളിക്കയറ്റി. വീണ്ടും അതിഭയാനകമായ ഒരലർച്ച. അതേസമയം ചോര പുരണ്ട ആ സ്ത്രീരൂപത്തിൻ്റെ ദേഹത്തെ മാംസങ്ങളെല്ലാം പൊഴിഞ്ഞ് താഴേക്ക് വീണു. അതൊരു അസ്ഥികൂടമായി മെല്ലെ മുന്നോട്ട് നടന്നു വന്നു. ആ ചതുപ്പിനുള്ളിലെ ഇരുട്ടിലേക്ക് മറഞ്ഞു. കാലിന് ചലനശേഷി വെച്ചതും ഓടാൻ തുടങ്ങിയ അവർ മറ്റൊരു കാഴ്ച കണ്ടു. തൊട്ടടുത്തുള്ള കുറ്റിച്ചെടികൾക്കിടയിൽ എന്തോ അനങ്ങുന്നു. തീയുടെ വെളിച്ചത്തിൽ കണ്ടു കുറ്റിച്ചെടിക്കിടയിൽ നിന്നും പുറത്തേക്കിറങ്ങി വരുന്ന 2 പെൺകുട്ടികൾ. സൂക്ഷിച്ചു നോക്കിയ ജാവേദിൻ്റെയും റിച്ചാർഡിൻ്റെയും മുഖം വിടർന്നു. മുന്നിലേക്ക് നടന്നു വരുന്നത് ഗ്ലോറിയും മെറിനുമാണ്. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറയും പോലെ. മൂവരും പരസ്പരം നോക്കി. കുറച്ചു മുൻപ് നടന്ന ഭീകര സംഭവം അവരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയതുപോലെ. ഇപ്പോൾ അവരുടെ ലക്ഷ്യം ആ 2 പെൺകുട്ടികളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി പുലരും മുൻപ് രക്ഷപ്പെടാം. അവരുടെ മുഖത്ത് ക്രൂരമായ ചിരി വിടർന്നു. ഓട്ടോ ഇടിച്ചപ്പോൾ തെറിച്ചുപോയി കാട്ടിലെ കുറ്റിച്ചെടികൾക്കിടയിൽ വീണ മെറിനും ഗ്ലോറിക്കും ദേഹത്ത് അവിടെയായി ചെറിയ മുറിവുകൾ പറ്റിയതൊഴിച്ചാൽ മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇരുളിൽ വഴിയറിയാതെ പതറിപ്പോയി അവർ പേടിച്ച് കുറ്റിച്ചെടികൾക്കിടയിൽ പതുങ്ങിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മുകളിൽ വഴിയിൽ നിന്നും അലർച്ചയും പൊട്ടിത്തെറി ശബ്ദവും തീയും പൊങ്ങുന്നത് കണ്ട് പേടിച്ച് മുകളിലേക്ക് കയറാതെ കുറ്റിച്ചെടികൾക്കിടയിൽ പതുങ്ങിയിരുന്നു. അങ്ങനെ കുറച്ചിരുന്നപ്പോഴാണ് കാടിനുള്ളിൽ കുറച്ചകലെ തീ കത്തുന്നത് കണ്ടത്. കൂടെ ആരുടെയൊക്കെയോ സംസാരവും. അങ്ങനെയാണ് അവർ അങ്ങോട്ടെത്തിയത്. തീ കത്തുന്നതിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് മെറിനും ഗ്ലോറിയും അവിടെ നിൽക്കുന്ന ആളുകളെ കണ്ടത്. അവരെ തിരിച്ചറിഞ്ഞ മെറിൻ്റെയും ഗ്ലോറിയുടെയും മുഖത്ത് അത്ഭുതം വിടർന്നു. ശരീരത്തിലെ വേദന മറന്ന് ഓടിച്ചെന്നു. ജാവേദ് ഖാൻ, റിച്ചാർഡ്, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ഞങ്ങൾ വന്ന ഓട്ടോ ഇടിച്ച് ഞങ്ങൾ ഈ കാട്ടിലേക്ക് തെറിച്ചു പോയതാ. നിങ്ങളെ ഇവിടെ കണ്ടത് അത്ഭുതമായിരുന്നല്ലോ. അപായത്തിൽപ്പെട്ട തങ്ങളെ രക്ഷിക്കാൻ ആളുകളെത്തി എന്ന സന്തോഷമായിരുന്നു മെറിൻ്റെയും ഗ്ലോറിയുടെയും മുഖത്ത്. മെറിൻ, ഗ്ലോറി, നിങ്ങൾ നാട്ടിലേക്ക് പോയി എന്നറിഞ്ഞ് ഞങ്ങൾ പുറകെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചു. പക്ഷേ ഞങ്ങളിവിടെ എത്തുന്നതിന് മുൻപ് അപകടം നടന്നു. മാത്രമല്ല ഞങ്ങളോട് ആ പോലീസുകാരൻ പറഞ്ഞു നിങ്ങൾ ഇതിനകത്തേക്ക് തെറിച്ചു പോയെന്ന്. രാത്രി ആയതുകൊണ്ട് അയാൾക്ക് അവിടെ ഇറങ്ങി അന്വേഷിക്കാൻ ഭയം. അതുകൊണ്ട് ഞങ്ങളിറങ്ങി തിരയുകയായിരുന്നു നിങ്ങളെ. കുറച്ച് വെളിച്ചത്തിനു വേണ്ടി തീ കൂട്ടിയതാ. അതൊരു അനുഗ്രഹമായി. ആ തീ കത്തുന്നത് കൊണ്ടല്ലേ നിങ്ങളിവിടെ എത്തിയത്. റിച്ചാർഡ് കള്ളക്കഥയുണ്ടാക്കി പറയുന്നത് കേട്ട് ഖാനും ജാവേദും പെൺകുട്ടികൾ കാണാതെ പരസ്പരം കണ്ണിറുക്കി. ഗൈസ്, ശവക്കുഴി 4ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ 3 എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കഥ മുഴുവനായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലെല്ലാം ഒന്ന് കയറി നോക്കി വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.